ഇതിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ സ്മാർട്ടിൽ എങ്ങനെ ID ക്രിയേറ്റ് ചെയ്യാം, യൂസർ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് പറഞ്ഞത്. യൂസർ ID ക്രിയേറ്റ് ചെയ്തും യൂസർ ID ക്രിയേറ്റ് ചെയ്യാതെയും സ്മാർട്ടിൽ കിട്ടുന്ന സർവീസുകളുണ്ട്. നമുക്ക് വിവിധ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും യൂസർ ID ക്രിയേറ്റ് ചെയ്തിരിക്കണം. എന്നാൽ അത് മറ്റുള്ളൊരു വീഡിയോയിൽ പറയാം. നിലവിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂസർ ID ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് സ്മാർട്ടിൽ കിട്ടുന്ന സർവീസുകളെക്കുറിച്ചാണ് പറയുന്നത്. അതിലൊന്നാണ് സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. സർട്ടിഫിക്കറ്റ്സിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം, കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ്, ഹിന്ദു മാരേജ് സർട്ടിഫിക്കറ്റ്സ്. ഇതിൽ താഴെ കാണുന്ന ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്സ്, റെസിഡൻസ്, വെൽഫെയർ പെൻഷൻ, ലൈസൻസ്, ബിൽഡിംഗ് പെർമിറ്റ്, ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ ലോഗിൻ ചെയ്ത് മാത്രം അപ്ലൈ ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സാണ്. എന്നാൽ ബർത്തിനും ഡെത്തിനും അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്സിനൊന്നും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതാണോ ജില്ല സെലക്ട് ചെയ്യുക, ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മീൻസ് എവിടെ നിന്നാണോ പ്രസവിച്ചത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള മുനിസിപ്പാലിറ്റി, ജില്ല, അതുപോലെ തന്നെ സെക്സ് ഫീമെയിലാണോ മെയിലാണോ, അതുപോലെ തന്നെ മദർ നെയിം മിനിമം 4 ലെറ്റേഴ്സെങ്കിലും അവിടെ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് വരുന്ന റിസൾട്ടിൽ നമുക്കവിടെ ഒരു ഐ ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി പ്രിൻറ്റ് ചെയ്തെടുക്കാം, വേണമെങ്കിൽ PDF ആയിട്ട് സേവ് ചെയ്യാം. അതുപോലെ തന്നെയാണ് പിന്നെ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റും മാരേജ് സർട്ടിഫിക്കറ്റും ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഡെത്ത് സർട്ടിഫിക്കറ്റിലും ഈ പറഞ്ഞതുപോലെ ജില്ലയും ലോക്കൽ ബോഡിയൊക്കെ സെലക്ട് ചെയ്ത് പഞ്ചായത്തിലാണ് രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഏതാണോ പഞ്ചായത്ത് ആ പഞ്ചായത്ത് കൊടുക്കുക. മരണപ്പെട്ട ആളുടെ പേര്, ഇതുപോലെ തന്നെ മിനിമം 4 ലെറ്റേഴ്സ് വേണം, അതും ഡേറ്റ് ഓഫ് ഡെത്തും കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെയാണ് മാരേജ് സർട്ടിഫിക്കറ്റും. മാരേജ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത് ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ നെയിം മിനിമം 4 ലെറ്റേഴ്സ്, ഡേറ്റ് ഓഫ് മാരേജ്, ഏത് പഞ്ചായത്തിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ സെർച്ച് ചെയ്യുക. ഞാനീ പറഞ്ഞതുപോലെ ഐ ബട്ടൺ കാണാം. ഐ ബട്ടണിൽ നമ്മളെ പേരൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാച്ച് റെക്കോർഡ്സ് വരുന്നില്ല എന്നെങ്കിൽ കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ പേര് കൃത്യമായിട്ട് മാച്ചായിരിക്കണം, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇങ്ങനെ സ്മാർട്ടിൽ ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സർവീസാണ് ടാക്സ് പെയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഈ പ്രോപ്പർട്ടി ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ വീട്ടിൻ്റെ നികുതി നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വിക്ക് പേ അടിച്ചതിന് ശേഷം നമ്മളെ ജില്ല, പഞ്ചായത്ത്, അതുപോലെ തന്നെ വാർഡ്, അതുപോലെ തന്നെ നമ്മൾ കെട്ടിട നമ്പർ, ഡോർ നമ്പർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് കെട്ടിട നമ്പറാണ്. അത് സബ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇതിൽ ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളൊരു സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. സെർച്ച് ചെയ്തതിന് ശേഷം വരുന്ന റിസൾട്ടിൽ കൃത്യമായിട്ട് വീട്ടു നമ്പറും പേരൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഒരു സ്പേസ് വരും, നിർബന്ധമാണ്. ഈ കൊടുക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. കാരണം നമുക്ക് സ്ലിപ്പ് മീൻസ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആ റെസിപ്റ്റ് പിന്നെ ഒരാവശ്യത്തിന് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഈ മൊബൈൽ നമ്പർ തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മൊബൈൽ നമ്പർ രേഖപ്പെടുത്തി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഓൾറെഡി പെയ്ഡ് ചെയ്ത ടാക്സിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് റെസിപ്റ്റ് അടിക്കുക. എന്നിട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതാണോ മൊബൈൽ നമ്പർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കൊടുത്തത് ആ മൊബൈൽ നമ്പർ അവിടെ ക്ലിക്ക് ചെയ്ത് OTP കൊടുത്തതിന് ശേഷം മൊബൈലിൽ വരുന്ന OTP കൊടുത്താൽ ആ ടാക്സ് അടച്ചതിൻ്റെ റെസിപ്റ്റ് വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ലോഗിൻ ചെയ്യാതെ സ്മാർട്ടിൽ നമുക്ക് കിട്ടുന്ന ചില സർവീസുകൾ. ഇനി ലോഗിൻ ചെയ്തിട്ട് നമുക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലും കൊടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോകൾ വരുന്നതായിരിക്കും.